36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു. ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? ഇത് 11/1/25 നടന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ സ്റ്റേജ് 2 വന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ടാങ്കിൻ്റെ ഉള്ളളവ് തന്നിട്ടുണ്ട്. 36 ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് പറഞ്ഞ അർത്ഥം ആ ടാങ്കിൻ്റെ വ്യാപ്തമാണ്, ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ്, ടാങ്കിൻ്റെ ഉള്ളളവ്. അപ്പോൾ ടാങ്കിൻ്റെ ഉള്ളളവ് എത്രയാണ്? 36 ലിറ്റർ. ഇതിൽ ഒരു 20 ലിറ്റർ വെള്ളം കൂടി, കുറച്ച് വെള്ളം ഉണ്ട് അതിൽ, 20 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ എന്തായി? 3/4 ഭാഗം നിറഞ്ഞു. അപ്പോൾ ഇതിൽ 36 ലിറ്റർ വെള്ളം കൊള്ളും, അതിൻ്റെ 3/4 ഭാഗമായി മാറി. എന്ത്? വെള്ളം ഒഴിച്ചപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിലാകെ കൊള്ളുക 36 ലിറ്ററാണ്, അതിൻ്റെ 1/4 ഭാഗമായി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അത് കാണുക അല്ലേ? അപ്പോൾ 36 × 3/4 ഈ ടാങ്കിൻ്റെ 1/4 ഭാഗമായി. എപ്പോൾ? അതിലുള്ളതിൻ്റെ കൂടെ 20 കൂടി ഒഴിച്ചപ്പോൾ, ഉള്ളതിൻ്റെ കൂടെ 20 ഒഴിച്ചപ്പോൾ. അപ്പോൾ നമ്മളവിടെ ഉള്ളത് അറിയില്ല, അത് എക്സ് എടുക്കുക, അതാണ് കാണേണ്ടത്. ഉള്ളത് എക്സ്, ഒഴിച്ചത് 20. അപ്പോൾ രണ്ടും കൂടി കൂട്ടണം, എക്സ് പ്ലസ് 20. അതായത് ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ 20 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ എന്തായി? ആ ടാങ്കിൻ്റെ 1/4 ഭാഗമായി. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 4 36 വെട്ടുമ്പോൾ 9 വരും. 9 4 36. ആ 9 × 3 27 സമം എക്സ് പ്ലസ് 20. എക്സ് പ്ലസ് 20 27 ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് 7 ആയിരിക്കും. അപ്പോഴല്ലേ 7ഉം 20ഉം കൂട്ടി 77 വരുള്ളൂ. അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 27 20 കുറച്ചാൽ മതി, എക്സ് 7 എന്ന് കിട്ടും. അതായത് ടാങ്കിൽ ആദ്യം എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? 7 ലിറ്റർ.